അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു യാത്ര പോവുകയാണ്. കൂടെ ഒരു 3 ആൾക്കാർ ബഹുമാനപ്പെട്ടവരുടെ കൂടെയുണ്ട്. അങ്ങനെ യാത്രകൾ മുന്നോട്ടിങ്ങനെ പോകുമ്പോൾ ഒരു രാത്രിയിൽ നല്ല തണുപ്പുള്ള ഒരു രാത്രിയാണ്. അപ്പോൾ എവിടെങ്കിലും ഒന്ന് പോയി താമസിക്കണമെന്ന് കരുതിയപ്പോൾ അവർക്ക് ആ യാത്ര മധ്യേ ഒരു പള്ളി കണ്ടുമുട്ടി. ഇനി ഏതായാലും ഇന്ന് ഇവിടെ താമസിക്കുക, രാത്രിയിൽ ഇവിടെ കിടന്നുറങ്ങിക്കൊണ്ട് നാളെ രാവിലെ മുതൽ ഇവിടെ നിന്ന് യാത്ര തുടങ്ങാം എന്ന് കരുതി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹും അവിടുത്തെ കൂടെയുള്ള കൂട്ടുകാരും ആ രാത്രിയിൽ അവിടെ താമസിക്കുകയാണ്. അവിടെ എത്തി അവർ കിടന്നുറങ്ങുമ്പോൾ അവർ വളരെ പ്രയാസപ്പെടുകയാണ്. കാരണം അന്നത്തെ രാത്രി നല്ല തണുപ്പുള്ള രാത്രിയാണ്. അതിനെ തൊട്ട് തടയാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നു മാത്രമല്ല, ഇവർ കിടന്നുറങ്ങുന്ന സ്ഥലത്തിലേക്ക് നല്ല കാറ്റുകൾ അടിച്ചു വീശുകയാണ്. നല്ല തണുപ്പുള്ള കാറ്റുകൾ അടിച്ചു വീശുകയാണ്. അതിനെ തടയാനുള്ള യാതൊരു വാതിലും ആ പള്ളിയിലേക്ക് ഇല്ല. ഒരു വാതിലും പള്ളിയിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് കിടക്കാനൊരു സ്ഥലമുണ്ട് എന്നല്ലാതെ വേറൊന്നും അവിടെ സൗകര്യമില്ല. എവിടെയും പോകാൻ പറ്റൂലല്ലോ. ഇവിടെ തന്നെ കിടന്നുറങ്ങി താമസിക്കാമെന്ന് കരുതി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം അവിടെയുള്ള കൂട്ടുകാർ ആ രാത്രിയിൽ അവിടെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെയും ഒരു സ്ഥലത്ത് പോയി കിടന്നുറങ്ങുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ കിടന്നുറങ്ങുന്നില്ല. ആ വാതിലിൻ്റെ അടുക്കൽ എവിടെയാണോ ഇങ്ങോട്ട് കാറ്റ് അടിച്ചു വീശുക, ആ ഭാഗത്തു പോയി, ആ വാതിലിൻ്റെ ഭാഗത്തിൽ പോയി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ കൂട്ടുകാർ വിചാരിച്ചു എന്തോ അവിടെ പോയി നിന്നതായിരിക്കാം. അല്പസമയം നിന്ന് ഇങ്ങോട്ട് വന്ന് ബഹുമാനപ്പെട്ടവർ കിടന്നുറങ്ങും എന്നവർ കരുതിയതാണ്. അങ്ങനെ കൂട്ടുകാരൊക്കെയും അവിടെ തന്നെ ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, അത്ഭുതം എന്ന രീതിയിൽ എൻ്റെ കൂട്ടുകാരൊക്കെയും രാവിലെ എണീച്ചു നോക്കുമ്പോൾ ഇന്നലത്തെ രാത്രിയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എവിടെയാണോ നിന്നത് അവിടെ തന്നെ ആ തണുപ്പിനെ തടയാൻ വേണ്ടി, ആ തണുപ്പിൽ വളരെ ശക്തമായ ആ തണുപ്പിനെ ഏറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ വാതിലിൻ്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ കൂട്ടുകാർ ചോദിച്ചത്, അല്ല ഷേഖേ, നിങ്ങളെന്തേ ഇവിടെ വന്ന് നിൽക്കുക? നിങ്ങൾ കിടന്നുറങ്ങിയില്ലേ? വല്ലാത്ത തണുപ്പായിരുന്നല്ലോ ഇന്നലത്തെ രാത്രിയിൽ, ഇപ്പോഴും വല്ലാത്ത തണുപ്പാണല്ലോ. എന്തിൻ്റെ പേരിലാണ് നിങ്ങളിവിടെ നിൽക്കാനുള്ള കാരണം? നിങ്ങളെന്തേ കിടന്നുറങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചു, അല്ല ഇന്നലത്തെ രാത്രി നിങ്ങൾ നല്ല റാഹത്തിൽ കിടന്നുറങ്ങിയില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അതെ, തുടക്കത്തിലൊക്കെ നമുക്ക് തണുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് പിന്നെ ഒരു ക്ഷീണവും മനസ്സിലായില്ല, നല്ല റാഹത്തുള്ള ഉറക്കായിരുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയാണ്, അതെ, ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി നിങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോഴാണ് പുറത്തു നിന്ന് നല്ല ശക്തമായ തണുപ്പ് കാറ്റ് അടിച്ചു വീശുന്നത് എൻ്റെ അനുഭവത്തിൽപ്പെട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ കൂട്ടുകാർക്കൊക്കെയും നല്ല തണുപ്പ് കാറ്റ് ഇങ്ങോട്ട് അടിച്ചു വീശുന്നുണ്ടല്ലോ, അവർക്ക് അത് ബുദ്ധിമുട്ടാകുമല്ലോ, അതിന് എന്തെങ്കിലും ആകാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് കരുതി. എവിടെ നോക്കിയാലും പള്ളിക്ക് വാതിലില്ലല്ലോ, അതുകൊണ്ട് എന്നിലാകുന്ന രീതിയിൽ ഒരു വാതിൽ പോലെ ആ സ്ഥലത്ത് പോയി ഞാൻ നിന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി തണുപ്പ് വരാൻ പാടില്ല, നിങ്ങളെ തണുപ്പൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് രാത്രി മുഴുവനും ഇവിടെ നിന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരോട് പറയാണ്. ഒന്ന് കേട്ടു നോക്ക്, എന്തൊരു അത്ഭുതമാണ്, എന്തൊരു കൗതുകമാണ്. ഇവരെ വെറുതെയൊന്നുമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഇത്ര വലിയ സ്ഥാനങ്ങളൊക്കെയും അവർ കൈവരിച്ചിട്ടുള്ളത്, ഇത്ര വലിയ സ്ഥാനങ്ങളൊക്കെ അവർ നേടിയിട്ടുള്ളത്
വെറുതെയൊന്നുമല്ല. അതേ, അവരെ സ്വന്തം കാര്യം ചിന്തിക്കാതെ, അവരെ സ്വന്തം കാര്യം അവർ വിചാരിക്കാതെ തൻ്റെ കൂട്ടുകാരെ രക്ഷപ്പെടണം, കൂട്ടുകാർക്ക് എന്തോ ബുദ്ധിമുട്ട് വരും, അതിന് ഞാനൊരു തടയാകണമെന്നുള്ള ആ വലിയ വിശാലമായ മനസ്സാണ് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ നിൽക്കാനുള്ള കാരണമെന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്വഭാവം എവിടെയാണ്. നമ്മളുമായി നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം നാം ചെയ്യുന്നുണ്ട്, ഉപകാരം ചെയ്യുന്നത് പോട്ടെ നമ്മളെ കൊണ്ട് എത്രയോ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്, ശല്യമാണ്. നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും എന്തെല്ലാം മറ്റുള്ളവർക്ക് നാം ശല്യമാവുകയാണ്. അവിടെയാണ് ഈ ചരിത്രം നമ്മളെ മുമ്പിൽ വരേണ്ടത്. ഇത് നാം പഠിക്കണം, മനസ്സിലാക്കണം, ഈ സ്വഭാവം നാം ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സ്വഭാവം അവൻ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.